ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം ലിവ് വിത്ത് ഗ്രേറ്റ്ഫുൾ ഹാർട്ട്. നന്ദിയുള്ള ഹൃദയമുള്ളവരായി ജീവിക്കുക. സങ്കീർത്തനങ്ങൾ 103:2 Psalm 103:2 Bless the Lord, O my soul, and forget not all his benefits. എൻ മനമേ കർത്താവിനെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുതേ. ആമേൻ. പരിശുദ്ധാത്മാവ് ദൈവമേ, അവിടുന്നാണല്ലോ തിരുവചനം ഞങ്ങൾക്കായി തന്നത്. അവിടുന്നാണല്ലോ വചനത്തിന്റെ ആധികാരികത ഞങ്ങളെ പഠിപ്പിക്കുന്നത്. ഞങ്ങൾക്കായി തന്ന ഈ സ്വർഗീയ മന്നയ്ക്കായി നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവ് ദൈവമേ, അത് ഞങ്ങളെ പഠിപ്പിക്കണം, വിളമ്പി തരണം. അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി, അനുഗ്രഹിച്ചനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നന്ദിയുള്ള ഹൃദയമുള്ളവരായി ജീവിക്കുക. ദൈവം നമുക്ക് ചെയ്യുന്ന നന്മകൾ എണ്ണമറ്റതാണ്. നാം നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവകൃപയ്ക്കായി സ്തോത്രം ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. രാപകലില്ലാതെ തന്റെ കുഞ്ഞുങ്ങളെ കണ്ണിന്റെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കുന്ന കർത്താവാണ് നമുക്കുള്ളത്. നമ്മൾ ഉറങ്ങിയാലും ഉറങ്ങാതെ മയങ്ങാതെ നമ്മളെ കാത്തു സൂക്ഷിക്കുന്ന ജീവനുള്ള ദൈവത്തിന്റെ മക്കളാണെന്നുള്ള കാര്യം നമ്മൾ മറന്നുപോകരുത്. നിമിഷം തോറും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അളവില്ലാത്ത നന്മകൾക്ക് നാം സത്യത്തിൽ അർഹരാണോ? ആ നെഞ്ചത്ത് കൈവച്ച് ഒന്ന് ചോദിച്ചു നോക്ക്. ഇന്ന് ഞാൻ ഈ അനുഭവിക്കുന്നതെല്ലാം അത് അനുഭവിക്കാനുള്ള അർഹത എനിക്കുണ്ടോ? കാരണം വന്നപ്പോ ഒന്നും കൊണ്ടുവന്നില്ല. എന്തെങ്കിലും ഇത്തിരി കയ്യിലുണ്ടെങ്കിൽ അതിവിടെ ദൈവമായിട്ട് തന്നതാണ്. അതുകൊണ്ട് ഒന്നിലും അഹങ്കരിക്കരുത്. വിശുദ്ധ പൗലോസ് പറയുന്നത് 1 കൊരിന്ത്യർ 4:7 ലഭിച്ചതല്ലാതെ നിനക്ക് എന്തുള്ളൂ? 1 Corinthians 4:7 For who sees anything different in you? What do you have that you did not receive? If then you receive it, why do you boast as if you did not receive it? Hallelujah. ആ വചനം ഹൃദയത്തിന്റെ അടിത്തട്ടിൽ ഒന്ന് അരക്കിട്ടുറപ്പിക്കുന്നത് നന്നായിരിക്കും. ലഭിച്ചതല്ലാതെ നിനക്കെന്തുള്ളൂ? ചില മനുഷ്യര് ഭയങ്കര അഹങ്കാരികളാണ്. ഒരല്പം മതി ചിലർക്ക് അഹങ്കാരത്തിന് കൈയും കാലും വെക്കാൻ. സ്തോത്രം. ഒരിക്കലും വന്ന വഴി മറക്കരുത്, തന്നവനെ മറക്കരുത്. ദൈവം ചെയ്യുന്ന ഓരോ ഉപകാരങ്ങളെയും മറക്കാതെ അവിടുത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. അതായിരിക്കണം നമ്മുടെ ജീവിതം. അപ്പോൾ നമ്മുടെ ജീവിതം കൂടുതൽ അനുഗ്രഹപ്രദമാകും. നമുക്ക് യേശുവിങ്കൽ നമ്മെ പൂർണ്ണമായി സമർപ്പിക്കാം. നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. അവിടുത്തെ നാമമഹത്വത്തിനായി നമുക്ക് ജീവിക്കാം, പ്രവർത്തിക്കാം. കൃതജ്ഞതാ മനോഭാവം നമ്മൾ എപ്പോഴും ഉണ്ടായിരിക്കണം. എങ്കിലേ നമ്മുടെ ജീവിതം അർത്ഥപൂർണമാകൂ. ദൈവത്തിന്റെ വചനം പറയുകയാണ്, റോമർ 8:28 Romans 8:28 And we know that for those who love God, all things work together for good, for those who are called according to his purpose. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു. പൗലോസിന്റെ ഹൃദയത്തിന്റെ ഒരു നിശ്ചയമാണ്. സ്തോത്രം. 12 ജ്ഞാനികളെ കുറിച്ച് ബൈബിൾ പറയുന്നുണ്ട്. അതിൽ ഒരു ജ്ഞാനിയാണ് വിശുദ്ധ പൗലോസ്. പൗലോസ് ഒരിക്കലും സ്തോത്രം തനിക്കുണ്ടായിരുന്ന ജ്ഞാനത്തെക്കുറിച്ച് അഹങ്കരിച്ചില്ല. He was available in the hand of God. അതുകൊണ്ട് അഹങ്കരിക്കാതെ എളിമയുള്ള ഹൃദയത്തോടെ ദൈവത്തിന് എപ്പോഴും നന്ദി പറയുക. സ്തോത്രം. തന്റെ നിർണയപ്രകാരം വിളിക്കപ്പെട്ടിരിക്കുന്നവർക്ക് അവിടുന്ന് എല്ലാം നന്മയ്ക്കായി വ്യാപരിപ്പിക്കുന്നു. സ്തോത്രം. എപ്പോഴും എന്ത് സംഭവിച്ചാലും എന്റെ ദൈവം അറിയാതെ എനിക്കൊന്നും സംഭവിക്കില്ല. സംഭവിക്കുന്നതെല്ലാം നന്മയ്ക്കായിട്ടാണ്. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ ഈ നഷ്ടമെന്ന് പറയുന്ന ഒരു കാര്യമില്ല. കാരണം നഷ്ടമാകാനായിട്ട് നമ്മളൊന്നും കൊണ്ടുവന്നില്ലെന്നേ. എല്ലാം ഇവിടുന്ന് തന്നെ നമുക്ക് കിട്ടിയതാണ്. ഓഫ്കോഴ്സ് നമ്മൾ അധ്വാനിക്കണം. പക്ഷേ ബലം തരുന്നത് ദൈവമാണ്. അത് ചെറുതായാലും വലുതായാലും. സ്തോത്രം. അപ്പൊ എപ്പോഴും നന്ദിയുള്ള ഹൃദയത്തോടെ ജീവിക്കാം. ഈ ചിന്തകളാൽ നമുക്ക് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. പ്രിയനായ കർത്താവേ, ഓരോ നിമിഷവും അങ്ങിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അളവില്ലാത്ത ദാനങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. അതിന് നന്ദിയുള്ളവരായി ജീവിപ്പാൻ അടിയങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണം. ഇന്ന് വചനം കേട്ട ഓരോ മക്കളെയും സ്പർശിക്കണമേ.
നന്ദിയുള്ള ഹൃദയത്തോടെ ജീവിക്കുവാൻ, ദൈവത്തോടെ എപ്പോഴും നന്ദിയുള്ളവരായി ജീവിക്കുവാൻ, കുടുംബത്തോടെ നന്ദിയുള്ളവരായി ജീവിക്കുവാൻ, ഞങ്ങൾ ഓരോരുത്തരും ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മയിൽ ഉള്ള ഓരോ മക്കളും നന്ദിയുള്ള ഹൃദയത്തോടെ ജീവിക്കുവാൻ, നന്ദിയുള്ളവരായി ജീവിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം, അനുഗ്രഹിക്കണം. ഗ്രേറ്റസ്റ്റ് ഗിവിംഗ് ഈസ് താങ്ക്സ് ഗിവിംഗ്. ഏത് കാര്യത്തിനും ആദ്യം ദൈവത്തിന് നന്ദി പറയണം. ഇന്ന് നടന്ന ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്നറിയാം? ഇന്ന് നമ്മൾ കണ്ട ഏറ്റവും വലിയ അത്ഭുതം ജീവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ രാത്രി നമ്മൾ കിടന്നുറങ്ങി അവിടുത്തെ കരം നമ്മളെ താങ്ങിയത് കൊണ്ട് ഉണർന്നു. ഉറക്കമെന്ന് പറയുന്നത് മരണമാണ്. ആ മരണത്തിൽ നിന്ന് ഉണർന്നെങ്കിൽ അത് ദൈവത്തിന്റെ അനുഗ്രഹമാണ്. നന്ദിയോട് കർത്താവേ, ഈ ദിനത്തിനായി സ്തോത്രം. ഞങ്ങൾ ഒരു മനപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അപ്പാ, അവിടുത്തെ മക്കളായ ഞങ്ങളുടെ പ്രാർത്ഥന എപ്പോഴും കേൾക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ മാതൃരാജ്യമേ ഇന്ത്യയെ അനുഗ്രഹിക്കണമേ, എല്ലാ സംസ്ഥാനങ്ങളെയും അനുഗ്രഹിക്കണമേ. വിശേഷാൽ ഞങ്ങളുടെ സംസ്ഥാനമായ കേരളത്തെ, തമിഴ്നാടിനെ, കർണാടകത്തെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. സകല നന്മകളും അങ്ങിൽ നിന്ന് മാത്രമാണെന്നുള്ള ബോധത്തോടെ ജീവിക്കുവാൻ ഓരോ മക്കളെയും അനുഗ്രഹിക്കണം, സഹായിക്കണം. ഞങ്ങളുടെ വയലുകളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ മാവ് കുഴക്കുന്ന തൊട്ടിയെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ തോട്ടങ്ങളെ അനുഗ്രഹിക്കണമേ. അവിടെ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ബിസിനസ്സുകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന യേശുവിന്റെ നാമത്തിൽ അതിരുകൾ വിശാലമാകട്ടെ, സകല ഭയവും വിട്ടുമാറട്ടെ, ആകുലതകൾ വിട്ടുമാറട്ടെ, എല്ലാ ടെൻഷനും വിട്ടുമാറട്ടെ. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ ഒരു അത്ഭുതം നടക്കട്ടെ. സകല ഭാരവും നിന്റെ മേലിടുന്നപ്പ. പരീക്ഷയെ എഴുതിക്കൊണ്ടിരിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു. അവരുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ, അവരുടെ കരങ്ങളെ ബലപ്പെടുത്തണമേ. യേശുവിന്റെ നാമത്തിൽ സകല ഭയവും മക്കളിൽ നിന്ന് വിട്ടുമാറട്ടെ. നാളെക്കുറിച്ച് ആകുലതകൾ വിട്ടുമാറട്ടെ. കുടുംബത്തിൽ സമാധാനം പകരുന്നതിനായി സ്തോത്രം. ദൂരത്തും ചാരത്തുമായി പഠനത്തിനായി, ജോലിക്കായി പോയിട്ടുള്ള ഞങ്ങളുടെ തലമുറകളെ, മക്കളെ, ബന്ധുമിത്രാദികളെ ഓർത്തനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അവരുടെ ജീവിതത്തിൽ അവരഭിമുഖീകരിക്കുന്ന എല്ലാ പ്രയാസങ്ങളും, എല്ലാ തടസ്സങ്ങളും, എല്ലാ എതിരുകളും, എല്ലാ മത്സരവും യേശുവിന്റെ നാമത്തിൽ ദൈവമക്കളുടെ മുമ്പിൽ നിന്ന് മാറിപ്പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി ഇന്നത്തെ ദിനത്തിനായി സ്തോത്രം. ഹല്ലേലൂയ. അവിടുന്ന് സൗഖ്യമാക്കുന്ന യഹോവയാണല്ലോ കർത്താവേ. അവിടുത്തെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നുമിരിക്കുന്നതിനായി സ്തോത്രം. ഇന്നത്തെ ദിനത്തിനായി സ്തോത്രം. ഞങ്ങളെ എല്ലാ പ്രവൃത്തികളെയും അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കുക. നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. നിങ്ങൾ ഇപ്പോൾ കേട്ട ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. പ്രാർത്ഥനകൾക്കും കൂടുതൽ വിവരങ്ങൾക്കുമായിട്ട് ഞങ്ങളെ വിളിക്കുക. എല്ലാ ദിവസവും പ്രഭാതത്തിലും വൈകുന്നേരവും അനുഗ്രഹിക്കപ്പെട്ട സൂം മീറ്റിങ്ങുകൾ നടന്നു വരുന്നു. ഇതിൻ്റെ ലിങ്ക് ID ലഭ്യമാകുവാൻ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ദൈവം എല്ലാവരെയും ധന്യമായി അനുഗ്രഹിക്കുമാറാകട്ടെ.